കൊന്ത നമുക്കറിയാം. കൊന്തയ്ക്ക് പല പല മണികളുണ്ട്. കൊന്തമണികളെ കോർത്തിണക്കുന്നത് ഒരു ചരടാണ്. ചരട് പൊട്ടിയാൽ കൊന്തമണികൾ പല വഴിക്ക് ഉരുണ്ടുപോകും. കുടുംബജീവിതം ഒരു കൊന്ത പോലെ. അതിൽ കോർത്തിണക്കുന്ന ചരട് കുടുംബ പ്രാർത്ഥന. വല്യപ്പൻ, വല്യമ്മ, അപ്പൻ, അമ്മ, മക്കൾ, കൊച്ചുമക്കൾ, ഭാര്യ, ഭർത്താക്കന്മാരെല്ലാവരെയും കോർത്തിണക്കുന്ന ചരടാണ്. കുടുംബ പ്രാർത്ഥന പൊട്ടിയോ ജീവിതം തീർന്നു, അനുഗ്രഹം തീർന്നു. ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് അന്വേഷിക്കണം. വിവാഹിതനായ പുരുഷൻ പ്രാർത്ഥനയിൽ നിന്നും മാറി നിൽക്കരുത്. എനിക്ക് പ്രാർത്ഥന ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കണം. പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കൽ. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പള്ളിയിൽ പോകണം. കുമ്പസാരിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് അവർക്ക് വേണ്ടി കുമ്പസാരിക്കാൻ പോകണം. ബൈബിൾ വായിക്കാൻ ഇഷ്ടമില്ലെന്ന് പറയൽ. എൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെ ഓർത്ത് ബൈബിൾ പ്രാർത്ഥിക്കണം. എനിക്കൊരു ധ്യാനം കൂടാൻ പോകാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് മസിൽ പിടിക്കരുത്. എൻ്റെ ഭാര്യയെയും മക്കളെ ഓർത്ത് ഞാൻ ധ്യാനത്തിന് പോകണം. ഇതാണ് കൂട്ടായ ദൈവാന്വേഷണം.